പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് ക്രിസ്റ്റൽസ്. പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് ക്രിസ്റ്റൽസ് ആണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓസിലേറ്റേഴ്സ് ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ഓസിലേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഇത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് ക്രിസ്റ്റൽസ് എന്ന്. അതായത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസിന് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നിയതമായ ഒരു സ്ട്രക്ചർ ഉള്ളവയാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ സിലിക്കൺ ആൻഡ് ജെർമേനിയം അതിൻ്റെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനൊരു നിയതമായ ആകൃതിയുണ്ട്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊസിഷനിങ് ഉണ്ട് ആറ്റങ്ങൾ തമ്മിൽ. അപ്പോൾ ജെർമേനിയവും സിലിക്കണും കൊണ്ട് ഡയോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഡയോഡുകളെ തന്നെ ക്രിസ്റ്റൽ ഡയോഡുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിയതമായ ഒരു ആകൃതി ഉള്ളതിനെയൊക്കെയാണ് ക്രിസ്റ്റലുകൾ എന്ന് പറയുന്നത്. സാധാരണ പാറകളിൽ നിന്നൊക്കെ നമ്മൾക്ക് എടുക്കുന്ന നാച്ചുറലി ഒക്കറിങ് ക്രിസ്റ്റലാണ് ക്വാർട്സ്. ക്വാർട്സ് കേട്ടിട്ടുണ്ടല്ലോ. ക്വാർട്സ് നമ്മൾ കമ്പ്യൂട്ടറിലെ ഫ്രീക്വൻസി മെയിൻറ്റെയിനിങ്, കൺട്രോൾ സിഗ്നൽസിന് വേണ്ടി, ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസിന് വേണ്ടി ക്രിസ്റ്റലുണ്ട്. കാൽക്കുലേറ്ററുകളിലുണ്ട്, ക്ലോക്കുകളിലുണ്ട്, വാച്ചുകളിലുണ്ട്, മിക്കവാറും എല്ലാ ഡിവൈസുകളിലും ക്രിസ്റ്റലുണ്ട്. ഓസിലേറ്റേഴ്സിൽ ഇപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സും ഉണ്ട്, ക്രിസ്റ്റൽ കൺട്രോൾഡ് ഓസിലേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി തരും. സൈൻ വേവിൽ മെഗാ ഹെർട്സിലും ജിഗാ ഹെർട്സിലുമുള്ള സൈൻ വേവ് ഔട്ട്പുട്ട്, ടെമ്പറേച്ചർ വേരിയേഷൻസ് അഫക്റ്റ് ചെയ്യില്ല, ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ് അഫക്റ്റ് ചെയ്യില്ല, വളരെ സ്റ്റേബിൾ ഔട്ട്പുട്ട് കിട്ടേണ്ട അപ്പോഴെല്ലാം ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ക്രിസ്റ്റലുകളെ ഇങ്ങനെ ഓസിലേറ്ററുകളായിട്ട് ഉപയോഗിക്കാൻ, ഇലക്ട്രോണിക്സിലുള്ള വൈഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സഹായിക്കുന്നത് പീസോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ഇഫക്റ്റാണ്, പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന മെറ്റീരിയലുകളാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ. Piezoelectric material is one that possesses the property of converting mechanical energy into electrical energy and vice versa. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ക്രിസ്റ്റലുകൾക്കുള്ളത്. ഈ 3 ഡയമെൻഷനുള്ള സ്ട്രക്ചറുകൾ ക്രിസ്റ്റലുകളെ തന്നെ നമ്മൾ എക്സ് കട്ട് ക്രിസ്റ്റൽസ് എന്നും വൈ കട്ട് ക്രിസ്റ്റൽസ് എന്നും പറയാറുണ്ട്. അതായത് പാറകളിൽ നിന്ന് നമ്മൾ ക്രിസ്റ്റലുകൾ ഫോം ചെയ്തെടുത്തിട്ട് അതിനെ ഒരു കമ്പോണൻറ്റ് ലെവലിലേക്ക് മാറ്റുമ്പോൾ അതിന് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ആക്സിസുകളുണ്ട്. അതായത് മെക്കാനിക്കൽ ആക്സിസ്, ഇലക്ട്രിക്കൽ ആക്സിസും ഉള്ള ആ ഒരു ക്രിസ്റ്റലിൽ ഇലക്ട്രിക്കൽ ആക്സിസ് ആണ് പ്രീഡോമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ എക്സ് കട്ട് ക്രിസ്റ്റൽസ്, അതേസമയം മെക്കാനിക്കൽ ആക്സിസിലാണ് അതിന് പ്രീഡോമിനേഷൻ എങ്കിൽ അത് വൈ കട്ട് ക്രിസ്റ്റൽസുമായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഒരു ക്രിസ്റ്റലിൻ്റെ 2 സർഫസുകളിൽ മുകളിലും താഴെയുള്ള ഇത് കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെക്കാനിക്കൽ സ്ട്രെയിൻ കൊടുത്താൽ അവിടെ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ക്രിസ്റ്റലിൻ്റെ മൊത്തത്തിലുള്ള ഒരു മെക്കാനിക്കൽ ഡീഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആണെങ്കിൽ ഈ ഡീഫോർമേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അത് ആ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ വൈബ്രേഷൻസ് ആയി മാറും. ഈ വൈബ്രേഷൻസ് ആണ് നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പീസോ ഇലക്ട്രിക് വാസ് ഡിസ്കവേർഡ് ബൈ ഇതാണ് പിയറി ക്യൂറി ആൻഡ് ജാക്വസ് ക്യൂറി ആണ്. പിയറി ക്യൂറി നമ്മൾ മാഡം ക്യൂറിയുടെ ഹസ്ബൻഡാണ്. മാഡം ക്യൂറി ദ ഫേമസ്. മാഡം ക്യൂറിയുടെ റേഡിയോ ആക്റ്റീവതയൊക്കെ കണ്ടുപിടിച്ച് സ്കൂൾ കാലം പോലെ നമ്മൾ പഠിക്കുന്നതാണ് ക്യൂറി ഫാമിലീസ്. ദെൻ ഇവർ ബ്രദേഴ്സ് ആണ്, സിബ്ലിങ്സ് ആണ്. അതിൽ ജാക്വസ് ആൻഡ് പിയറി ക്യൂറി ആണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. They found that if certain crystals were subjected to mechanical strain, they become electrically polarized, and the degree of polarization was proportional to the applied strain. The Curies also discovered that these same materials deformed when they were exposed to an electric field. This has become known as the inverse piezoelectric effect. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ക്രിസ്റ്റലാണ്. ഈ 2 ബ്ലൂ ആരോ മാർക്കിൽ മെക്കാനിക്കൽ സ്ട്രെയിൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ നമ്മൾക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതാണ് മെക്കാനിക്കലിനെ നമ്മൾ ഇലക്ട്രിക്കലാക്കി മാറ്റിയത്. പക്ഷേ ഓസിലേറ്റേഴ്സിൽ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ DC ഇൻപുട്ട് വോൾട്ടേജ് ആണ്. എന്നിട്ട് ഒരു മെക്കാനിക്കൽ ഡീഫോർമേഷൻസ് കണ്ടിന്യൂസ് ഉണ്ടാക്കുന്നു, കണ്ടിന്യൂസ് വൈബ്രേഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സം ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ക്വാർട്സ്, റോച്ചിലിസാൾ, ടോപ്പാസ് ഉള്ള ഡയമണ്ട് ഒക്കെ പോലെയുള്ള നവരത്നങ്ങൾ വരുന്ന ടെൻഡൻ, സക്രോ, സിൽക്ക്, എനാമൽ, ഡെൻറ്റിൻ, DNA, ടർമലൈൻ. അതിൽ ക്വാർട്സ്, റോച്ചിലിസാൾട്ട് ആൻഡ് ടർമലൈൻസ് ആണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽസ്. ക്വാർട്സ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് നാച്ചുറലി
occurring crystal. മറക്കണ്ട, quartz. Some synthetic crystals are also shown here. Lodes, zinconate, zinc oxide, like that. ഇതാണ് ക്രിസ്റ്റൽ. നമ്മൾ കൊമേഴ്സ്യലി ക്രിസ്റ്റൽ നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലാണ് ക്രിസ്റ്റൽ കിട്ടുന്നത്. ഈ ക്വാർട്സ് ക്രിസ്റ്റൽ ഇതാണ്. ഇത് എല്ലാത്തിനും നമ്മൾക്ക് ഇലക്ട്രോണിക്സിൽ സിമ്പിൾസ് ഉണ്ട്. ഇതാണ് ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ സിമ്പിൾ. ഇത് അതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട്. ഇത് ക്രിസ്റ്റലിൻ്റെ കപ്പാസിറ്റൻസ് ഇഫക്റ്റിനെ സൂചിപ്പിക്കുന്ന 2 കപ്പാസിറ്ററുകൾ, ഒരു ഇൻഡക്ടർ, ഒരു റെസിസ്റ്റർ. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ വർക്കിങ്ങിനുള്ള ഇക്വാലൻറ്റ് സർക്യൂട്ടായി. When a voltage source is applied to a small thin piece of quartz crystal, it begins to change shape, producing characteristics known as piezoelectric effect. This piezoelectric effect is the property of a crystal by which an electrical charge produces a mechanical force by changing the shape of the crystal and vice versa. Mechanical force applied to crystal produces an electrical charge. Thus, piezoelectric crystal quartz exhibit electromechanical resonance characteristics. The resonant frequency of the crystal is many gigahertz തുടങ്ങി മെഗാഹെർട്സ് തുടങ്ങി ജിഗാഹെർട്സ് വരെയുള്ള resonant frequency കിട്ടും. മാത്രമല്ല വെരി സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ടാണ് ക്രിസ്റ്റലുകൾ തരിക. യാതൊരു വിധത്തിലുള്ള ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സോ ടെമ്പറേച്ചറോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യാതെ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള കമ്പ്യൂട്ടറുകളിലും മൈക്രോ കൺട്രോളിങ് ആപ്ലിക്കേഷൻസിലും ഒക്കെ ക്ലോക്ക് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റലുകൾ യൂസ് ചെയ്യുന്നത്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ക്രിസ്റ്റലിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ടും സിമ്പിൾസും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതിൽ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽഫ് കപ്പാസിറ്റൻസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഇതാണെങ്കിൽ റെപ്രസെൻറ്റ്സ് ദി സ്റ്റഫ്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ, ഫ്രിക്ഷൻ ആൻഡ് സ്റ്റഫ്നെസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഇത് ഇൻഡക്ടർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഇത്രയും ആകുമ്പോൾ ഒരു ഇക്വാലൻറ്റ് സർക്യൂട്ടായി. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു LC ഓസിലേറ്റേഴ്സിലുള്ള എല്ലാ ഘടകങ്ങളും ഒരു ക്രിസ്റ്റൽ നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്റ്റലിനെ നമുക്ക് ഒരു ഓസിലേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതാണ് ക്രിസ്റ്റലിൻ്റെ സിമ്പിൾ, മറക്കണ്ട. പിന്നെ ക്രിസ്റ്റലിനെ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് സഹായിക്കുന്നത്? പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്. ക്രിസ്റ്റലുകൾ ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാർട്സ് ക്രിസ്റ്റൽ സോ മെനി. മിലിറ്ററി ആൻഡ് എയറോസ്പേസിലെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി റിസർച്ച് ആൻഡ് മെറ്റീരിയോളജി, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, കൺസ്യൂമർ ആപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ വാച്ച്, ക്ലോക്ക്, നമ്മുടെ ഫോൺസ് എല്ലാത്തിലും ഉണ്ട് ക്രിസ്റ്റൽ. ഫോണിൻ്റെയൊക്കെ ഇതിൽ നോക്കിയാൽ ക്രിസ്റ്റലുണ്ട്. ക്യാമറ, എല്ലാ കൺസ്യൂമർ ആപ്ലിക്കേഷൻസിലും വരുന്നുണ്ട്. ഓട്ടോമോട്ടീവ്സ്, എൻജിൻ കൺട്രോൾ, സ്റ്റീരിയോ ക്ലോക്ക്, എവിടെ ഒരു ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് വേണമോ അവിടെയെല്ലാം പ്രിഫർ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ്. ഇനി നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. എന്താണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ്? പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് എ phenomena that exhibit by certain crystal. Examples of crystal: quartz, tourmaline and rochely salt. മൂന്നെണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് ഡിനോട്ട് ചെയ്യുക. Quartz is the naturally occurring crystal. The piezoelectric effect is the phenomenon exhibited by certain crystals. What is the phenomenon? When a mechanical stress is applied to the faces of a crystal, an electrical voltage is developed. Vice versa means when an electrical potential is applied to the opposite faces of a crystal, it become mechanically deformed. ഇതിനെയാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. Then what is piezoelectric effect? What are the conditions for a material to exhibit piezoelectric effect? You can search for that. Please write some common applications of piezoelectric material. ഇത്രയുമാണ് നമ്മൾക്ക് ഈ പീസോ ഇലക്ട്രിക് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മളുടെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പോകുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിലേക്കായിരിക്കും. നമുക്കൊന്നുകൂടി ക്രിസ്റ്റൽ ഒന്ന് നോക്കാം. ഇതാണ് ക്രിസ്റ്റൽ, കൊമേഴ്സ്യലി അവൈലബിൾ ആവുന്ന ക്രിസ്റ്റൽ ഇതാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഈ കാണുന്നതാണ് അതിൻ്റെ ക്രിസ്റ്റൽ. ഇതിൽ സെൻസറുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു സെൻസറുണ്ട്. ഈ സെൻസർ അല്ലാതെ ഉള്ളതാണ് അതിൻ്റെ ക്രിസ്റ്റൽ. സെൻസർ അല്ലാതെ അതിനകത്തിരിക്കുന്ന അടുത്ത കമ്പോണൻ്റാണ് ക്രിസ്റ്റൽ. ഈ ഒരു കമ്പോണൻ്റ് ഇതിൻ്റെ അകത്തുള്ള ക്രിസ്റ്റലാണ്. ഇത് രണ്ടും ഒരു റെസൊണൻറ്റ് സെൻസേഴ്സ് ആണ്. അതിൻ്റെ കൂടെയുള്ളതാണ് ആ ക്രിസ്റ്റൽ ഉള്ളത്. ഓക്കെ, താങ്ക് യു. ക്രിസ്റ്റൽ ഒന്നുകൂടി നമ്മൾ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇത് രണ്ടും അതിൻ്റെ ഇതാണ്. രണ്ട്
സെൻസറുകളാണ്. ഇതാണ് ക്രിസ്റ്റൽ. ഇത് നമ്മൾ ശരിക്കും ഓട്ടോമാറ്റിക് സാനിറ്റൈസർ നിർമ്മിക്കുന്ന ഒരു ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഓർഡിനോ ബോർഡ് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരെണ്ണം എടുത്ത ഒരു സെൻസറാണ്. അതിൽ ഈ കാണുന്ന കമ്പോണൻറ്റ്, ഞാൻ വിരൽ വെച്ചിരിക്കുന്ന ഈ ഒരു കമ്പോണൻ്റാണ് നമ്മളുടെ ക്രിസ്റ്റൽ. ഇതുപോലെ തന്നെ വളരെ നീളത്തിലുള്ള ക്ലോക്കൊക്കെ അഴിച്ചാൽ ചിലപ്പോൾ ഒരു കപ്പാസിറ്റർ പോലെ നിങ്ങൾക്ക് തോന്നും, മെറ്റൽ ഇതുള്ളത്. അതാണ് നമ്മളുടെ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പീസോ ഇലക്ട്രിക് ഇഫക്റ്റും ക്രിസ്റ്റൽസും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് പഠിക്കാം. ഓക്കെ.